നമസ്കാരം. ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് എംഎൽഎയുമായ രമേശ് ചെന്നിത്തലയെ ഫേസ്ബുക്കിൽ വിമർശിച്ച് കമന്റ് ഇട്ടതിന് മണ്ണാറശാല സ്വദേശിക്കെതിരെ ഹരിപ്പാട് പോലീസ് കേസെടുത്തിരുന്നു. മണ്ണാറശാല നന്ദഗോകുലം വീട്ടിൽ അനിൽകുമാറിനെതിരെയാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 353 ക്ലോസ് 1 ക്ലോസ് B, കേരള പോലീസ് ആക്ട് 120O എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിനും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കടുത്ത വിമർശനവുമായി BJP ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി രംഗത്തെത്തി. ഭരണം മാറിയിട്ടും കേരളം പോലീസിന്റെയോ പോലീസ് മന്ത്രിയുടെയോ മനോനിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിമർശിക്കുന്നവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്ന രീതിക്ക് ഇടതു വലത് വ്യത്യാസമില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്. മാതൃഭൂമി ന്യൂസിന്റെ ഫേസ്ബുക്ക് റീലിന് താഴെ അനിൽകുമാർ ഇട്ട കമന്റാണ് കേസിനാസ്പദമായത്. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കുള്ള പ്രതികരണമായാണ് അനിൽകുമാർ കമന്റ് രേഖപ്പെടുത്തിയത്. പല ആയുധ കേസുകളിലും പ്രതിയും നിലവിൽ ഒളിവിൽ കഴിയുന്നതുമായി കിഷോർ എന്ന വ്യക്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം വേദി പങ്കിടുന്ന ചിത്രം സഹിതമാണ് അനിൽകുമാർ വിമർശനം ഉന്നയിച്ചത്. തിരുവനന്തപുരത്തെ കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തി സ്വന്തം മണ്ഡലത്തിൽ ഒളിവിൽ കഴിയുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളിലെ പ്രതിയെ പിടികൂടാൻ പോലീസ് കാണിക്കുന്നില്ലെന്നും പ്രതിയെ പോലീസ് മനഃപൂർവ്വം സംരക്ഷിക്കുകയാണെന്നുമുള്ള രീതിയിലായിരുന്നു കമന്റ്. ഈ കമന്റിലൂടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുവാനും പോലീസ് സേനയുടെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തെക്കുറിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിച്ചു എന്നാരോപിച്ചാണ് ഹരിപ്പാട് സബ് ഇൻസ്പെക്ടർ നൌഷാദ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം സൂപ്രണ്ട് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. സമയം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്ന വിമർശനമാണ് ഉയരുന്നത്. വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെയോ കമന്റിന്റെയോ പേരിൽ പോലീസ് ആക്ടിലെ സെക്ഷൻ 120 ചാർത്തരുതെന്ന് കേരള ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവുള്ള സാഹചര്യത്തിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടാണ് ഈ കേസെടുത്തത് എന്ന് താൻ ആരോപിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ സന്ദീപ് വചസ്പതി മന്ത്രി ഈ വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്നും പറഞ്ഞു. ഒരു ജനപ്രതിനിധിയെയും മന്ത്രിയെയും വിമർശിച്ചതിൽ അദ്ദേഹത്തിന് ജീവൻ അപകടത്തിലാക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ എന്ത് പരാമർശമാണുള്ളതെന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും രാഷ്ട്രീയ വിമർശനങ്ങളെ കേസെടുത്ത് അടിച്ചമർത്തുന്ന രീതി ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹിക മാധ്യമങ്ങളിലെ രാഷ്ട്രീയ വിമർശനങ്ങളെയും ചോദ്യം ചെയ്യലുകളെയും ക്രിമിനൽ കേസുകൾ ചുമത്തി അടിച്ചമർത്താൻ നോക്കുന്ന പോലീസിന്റെ നടപടി ജനാധിപത്യ മൂല്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു ജനപ്രതിനിധിയോ മന്ത്രിയോ ഉൾപ്പെടുന്ന വാർത്തകളിൽ പൊതുജനം പ്രതികരിക്കുമ്പോൾ അതിലെ വസ്തുതകൾ പരിശോധിക്കുന്നതിന് പകരം അധികാരം ഉപയോഗിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മുൻപും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. വെറുമൊരു ഫേസ്ബുക്ക് കമന്റിന്റെ പേരിൽ പോലീസ് ആക്ടിലെ കടുത്ത വകുപ്പുകൾ ചുമത്തരുതെന്ന കേരള ഹൈക്കോടതിയിലെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് ഹരിപ്പാട് പോലീസിന്റെ ഈ അതിവേഗ നടപടി. വിമർശിക്കുന്നവരുടെ വായടപ്പിക്കാൻ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം പ്രവണതകൾ ഭരണം ആരുടേതായാലും മാറാറില്ലെന്ന സന്ദീപ് വചസ്പതിയുടെ പരിഹാസം ശരിവെക്കുന്നതാണ് ഈ സംഭവം. വരും ദിവസങ്ങളിൽ ഈ കേസ് വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.